നമസ്കാരം, നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു വെജിറ്റബിൾ കറിയുമായിട്ടാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷുമായിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ആ വെജിറ്റബിൾ കറി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ വെജിറ്റബിൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഇതിൽ വെജിറ്റബിൾസിൽ ഞാനിവിടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് കോളിഫ്ലവർ താല്പര്യമില്ലാത്തവരുണ്ട്, അങ്ങനെയുള്ളവർ യൂസ് ചെയ്യണ്ട. ഇപ്പോൾ ഈ കോളിഫ്ലവർ വൃത്തിയാക്കുന്ന എല്ലാവർക്കും അറിയാലോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു എല്ലാം ചൂട് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിങ്ങനെ സോക്ക് ചെയ്ത് വെക്കണം ഒരു 10 മിനിറ്റ്. എന്നാലേ അതിലെന്തെങ്കിലും അഴുക്കോ പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോവും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു 5-6 ബീൻസ്, പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു ചെറിയ ക്യാപ്സിക്കം, അത് നല്ല ചെറിയ പീസാണ് ഈ ക്യാപ്സിക്കം, പിന്നെ ഒരു 2 സവോള, അതുപോലെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും. ഇത്രയാണ് ഞാനിവിടെ വെജിറ്റബിൾസിൽ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇല്ലയെന്നും പറഞ്ഞ് പ്രോബ്ലം ഇല്ല. ഉള്ള വെജിറ്റബിൾസ് എന്താണോ അത് ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മൈസൂർ ദാൽ ചേർക്കുന്നുണ്ട്. ഈ ചുമന്ന കളറിലിരിക്കുന്ന ദാലാണ് മൈസൂർ ദാൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ദാൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പയറിൻ്റെ പരിപ്പുണ്ടല്ലോ, പാശിപ്പരിപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ സാമ്പാർ പരിപ്പോ, അങ്ങനെ എന്ത് പരിപ്പ് വേണമെങ്കിലും ചേർക്കാം. ഒരു 1/4 കപ്പ് അതുകൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതിങ്ങനെ ഒരു പാത്രത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന നേരം കൊണ്ട് ഒന്ന് കുതിർത്ത് വെക്കാനാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടി ഇതിൻ്റെ കൂടെ കിടന്ന് വേകുമ്പോൾ ഈസിയാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതുപോലെ ഇത് വെജിറ്റബിൾ കറി റെഡിയാക്കാൻ ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഈ കുക്കർ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതിന് മുന്നേ വെജിറ്റബിൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് എല്ലാം കട്ട് ചെയ്തേക്കുന്നത്, അതായത് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു സവാള മാത്രം ഇതുപോലെ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഫുള്ള് ഞാൻ ചതച്ചല്ല എടുത്തോ, ഇങ്ങനെ കൊത്തി അരിയാണ് ചെയ്തോ. അപ്പം നിങ്ങൾക്ക് ചതച്ചെടുക്കണമെന്നുള്ളവർക്ക് ചതച്ചെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പരിപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഇത് ഈ ഒരു കട്ട് ചെയ്യുന്ന നേരത്തിരുന്നാൽ മതി, നല്ലൊരു സോഫ്റ്റ്നെസ് വരും, അതിന് വേണ്ടിയാണ്. ഇപ്പം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണക്കാക്കി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകത്തിൻ്റെ കൂടെ നമുക്ക് ഒരു 2 ഏലക്ക, അതുപോലെ ഒരു 2 പീസ് ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഇത് ഇത്രയും സ്പൈസസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതിനേക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറിക്കഴിയുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം ഏകദേശം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തിട്ട് നമുക്കതിൻ്റെ പച്ച മണമൊന്ന് മാറണം. ഒരുപാട് അങ്ങ് വാടി ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഓയിൽ മാറ്റാം. വെളിച്ചെണ്ണയ്ക്ക് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ കറിയിൽ വെളിച്ചെണ്ണ ചേർക്കാറില്ല. പകരം ഇതുപോലെ സൺഫ്ലവർ ഓയിൽ ആണ് ചേർക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം. ബട്ടർ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഓരോരുത്തരുടെയും എത്രയാണോ ഉപ്പ് ആവശ്യം അതിനനുസരിച്ച് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം അങ്ങ് ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഇനി കുക്കറിലിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒരുമിച്ചങ്ങ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ കോളിഫ്ലവർ കൂടിയുണ്ട്, അതുകൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ കോളിഫ്ലവർ ഞാൻ ഓൾറെഡി ആ ഒരു ആദ്യം വെച്ചിരുന്ന മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് കഴുകി മാറ്റിയിട്ട് വീണ്ടും ഞാൻ ഒരു മഞ്ഞൾ വെള്ളവും കൂടി എടുത്ത് അതിലും കൂടി ഇട്ടിട്ടാണ് അതിൽ നിന്നാണ് ഈ എടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആദ്യത്തെ മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുക്കരുത്, കാരണം എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതിൽ പോകാനാണ്. എന്നിട്ട് രണ്ടാമത്തെ മഞ്ഞൾ വെള്ളത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് എല്ലാം ഇങ്ങനെ എടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം.
അപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഗരം മസാല കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെജിറ്റബിൾസും ഈ പൗഡേഴ്സും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി വരണം. മീറ്റ് മസാല ചേർക്കണമെന്നുള്ളവർക്ക് മീറ്റ് മസാല ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്താൽ മതി. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആ ഒരു പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുക, എടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഈ ദാലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇത് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഞാൻ 1.5 കപ്പ് അളന്ന് വെച്ചിരിക്കുന്നതാണ്. മെഷറിംഗ് കപ്പിന് 1.5 കപ്പാണ്, ഈ ഗ്ലാസ്സിൽ 1 കപ്പ്. ആ രീതിയിലാണ് ഞാൻ അളന്ന് വെച്ചിരിക്കുന്നത്. അത് കറക്റ്റിന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. ഇനിയിപ്പോൾ കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതേ ഉള്ളൂ. അത് കറിയുടെ ടെക്സ്ചർ അനുസരിച്ച് നമുക്ക് എത്ര വെള്ളം വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കറിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. എത്ര വിസിലാണ് കേട്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഇത് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഇവിടെ കുക്കായിരിപ്പുണ്ട്. 3 വിസിലാണ് കേട്ടിരിക്കുന്നത്. 3 വിസിലിന് ശേഷം ഞാൻ ഒരു അരമണിക്കൂർ ഇതുപോലെ തന്നെ അടച്ചു വെച്ചിരുന്നു, അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ ഇളക്കുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ആ വെജിറ്റബിളൊക്കെ ഒന്ന് സ്മാഷായി വരുന്നുണ്ട്. കോളിഫ്ലവറൊക്കെ ശരിക്കും അങ്ങ് സ്മാഷായിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് കുറച്ചും കൂടി പീസസ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ 2 വിസിലിൽ നിർത്താവുന്നതേ ഉള്ളൂ. 3 വിസിൽ അടിക്കണമെന്നില്ല. പിന്നെ ഇത് ഓരോരുത്തരുടെയും കുക്കറിൻ്റെ പ്രഷർ അനുസരിച്ച് വേരി ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ഒരു ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എരിവൊക്കെ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കറിയുടെ കൺസിസ്റ്റൻസി എനിക്ക് ഇങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം ചപ്പാത്തിയുടെ കൂടെ. അതാണ് കുറച്ചും കൂടി നല്ലതായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി കുറച്ചും കൂടി ലൂസ് വേണമെന്നുള്ളവർ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഈ ടൈമിൽ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇനി ഇതൊന്ന് കുറച്ചൊന്ന് പെരിഞ്ജീരക പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു കോളിഫ്ലവറിൻ്റെ കുത്തൊക്കെ ഒന്ന് മാറാനായിട്ടാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/4 ടീസ്പൂൺ ഷാ ജീരയുടെ പൊടിയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1.5 ടീസ്പൂൺ കണക്കാക്കി കസൂരി മേത്തിയും കൂടി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കയ്യിൽ വെച്ചൊന്ന് പൊടിച്ച് ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ ഞാൻ ഗരം മസാലയാണ് ആദ്യം നമ്മൾ ചേർത്തില്ലേ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടത്. അപ്പോൾ അതിന് പകരം മീറ്റ് മസാല ചേർക്കുന്നവരുണ്ട്. അപ്പോൾ മീറ്റ് മസാല ചേർക്കുന്നവർ പിന്നെ ഈ പെരിഞ്ജീരകവും ഷാജീരവും ചേർക്കണമെന്നില്ല. ഞാനങ്ങനെ മീറ്റ് മസാല യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ആ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി, അല്ലാതെ ഇനി വേകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ടൈമിൽ ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറി ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തിയാണ്. കാരണം ഇതിലെ വെജിറ്റബിൾസ് ആണ് കൂടുതലും. കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് പെട്ടെന്ന് കഴിക്കും. അതുപോലെ തന്നെ ഇത് സെർവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു ചെറിയൊരു നാരങ്ങയുടെ സ്ലൈസും കൂടി കൂടെ വെച്ച് സെർവ് ചെയ്താൽ നല്ലതായിരിക്കും. ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു കറിയിൽ നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ട് കഴിച്ചാൽ വളരെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് തോന്നും. ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇനിയും ഈ വീഡിയോസ് കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഷെയർ ചെയ്താൽ മാത്രമേ ഈ റെസിപ്പി മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൻ്റെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്താൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.